നിലമ്പൂർ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ അൻവറിനായി തുറന്ന വാതിൽ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ അടച്ച് കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം.എൽ.എ. യു.ഡി.എഫിന് തുടക്കത്തിൽ പ്രതീക്ഷിച്ച ലീഡ് ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് അൻവർ പ്രധാന ഘടകമാണെന്നും അടച്ച വാതിൽ തുറക്കാമല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞത്. എന്നാൽ ഭൂരിപക്ഷം 10,000 കടന്നതോടെ ആ വാതിൽ അടഞ്ഞു തന്നെയാണുള്ളതെന്ന് സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അൻവറിന് മുന്നിൽ അടച്ച വാതിൽ തുറക്കാമല്ലോ എന്ന് കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറയുമ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് 6,000-ൽ താഴെയായിരുന്നു. അതായത് യു.ഡി.എഫ് ആദ്യ റൗണ്ടുകളിൽ കണക്കുകൂട്ടിയ ലീഡ് ഇല്ലാതിരുന്നപ്പോൾ. അത് തുറക്കാമല്ലോ വാതിലിന് താക്കോലെന്തിനാ ഈ വാതിൽ പണിയുന്നവർ താക്കോൽ വെക്കുന്ന എന്തിനാ? വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. ലീഡ് 10,000 കടന്നതോടെ അൻവറിന് മുന്നിൽ തുറക്കുമെന്ന് പറഞ്ഞ വാതിൽ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണെന്ന് സണ്ണി ജോസഫ് തിരുത്തി. അത് ഞാൻ ജനറലായിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാ. നിങ്ങൾ ചില ആൾ കൊടുത്താൽ ഞാൻ ജനറലായിട്ട് പറഞ്ഞതാ. അടച്ചു തന്നെയാണോ ഉള്ളത്? Now it is closed. തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആലോചിച്ച സമയത്ത് ആലോചിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാ. നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച. ഞാൻ പറഞ്ഞത് എന്താണ്? Now it is closed എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്? We will discuss and decide എന്നാണ് പറഞ്ഞത്. അൻവറുമായി എന്ത് സമീപനം വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ കടുത്ത ആശയക്കുഴപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം അൻവർ കടന്നാക്രമിക്കുകയായിരുന്നു. സതീശനും പിണറായിയും ഒന്നാണ് എന്ന് പലവട്ടം അൻവർ പറയുകയും ചെയ്തു. ഇതെല്ലാം മനസ്സിലുള്ള വി.ഡി. സതീശൻ അൻവർ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് കെ.പി.സി.സി പ്രസിഡന്റും നിലപാട് മാറ്റിയത്. എന്നാൽ വി.ഡി. സതീശനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ബേപ്പൂരിൽ പി.എ. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്നും ഇനി തന്റെ പോരാട്ടം മരുമോനിസത്തിന് എതിരെയാണെന്നും അൻവറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലത്തിൽ അൻവർ വീണ്ടും യു.ഡി.എഫിന്റെ വാതിൽ മുട്ടുകയാണ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.